മമ്മൂക്ക എന്ന നടനില്ലായിരുന്നെങ്കിൽ ഒരു ബിലോ ആവറേജ് ആവേണ്ട ഒരു മൂവിയാണ് കളങ്കാവൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് സിനിമ മാത്രമാണ് കളങ്കാവൽ. ഈ സിനിമ ഒരു ബിലോ ആവറേജ് പോവാതിരിക്കാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിന്റെ ഒരു പീക്ക് ഇന്റർവെൽ ബ്ലോക്ക് ആണ്. അതുപോലെ തന്നെ ക്ലൈമാക്സും നല്ലായിരുന്നു. പിന്നെയുള്ള എടുത്തു പറയേണ്ടത് നമ്മുടെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ്. അതായത് നമ്മുടെ ഒരു കുടുംബ നായകനിൽ നിന്നും കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്ടിംഗ് ആണ് അദ്ദേഹം ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ മാനറിസംസ്, ചില നോട്ടങ്ങൾ, സൈക്കോപാത്തിന്റെ ചില ചിരി, അതുപോലെ ചില സ്ഥലങ്ങളിൽ മാത്രം കേട്ടോ. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഇന്റർവെൽ ബ്ലോക്കും ഒക്കെ നന്നായിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയത് ഇതിന്റെ സ്ക്രീൻ പ്ലേ കുറച്ച് വലിച്ചു നീട്ടലായി പോയി. അതായത് സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ കുറച്ച് ലാഗ് ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു റിയൽ ഇൻസിഡന്റ് ഒരു സിനിമാറ്റിക് ആക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചില അപര്യാപ്തതകളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ വിനായകൻ ബെസ്റ്റ് ആക്ടറാണ്. നമ്മളിപ്പോ ജയിലറിലും അതുപോലത്തെ സിനിമകളിലൊക്കെ അദ്ദേഹം ലൗഡായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ക്യാരക്ടറൊന്നും ഈ സിനിമയിലില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ ഒരു വേറിട്ടൊരു പെർഫോമൻസ് കാണാൻ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം.